ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം, സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വന്നിരിക്കുന്നത് മറ്റേതോ ഒരു സ്ഥലത്ത് നിന്നാണ്. ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന്, മറ്റെവിടുന്നോ വന്ന് ക്ലാസ് കഴിയുമ്പോൾ മറ്റെവിടേക്കോ പോകുന്നവരാണ് നമ്മൾ. ഉറപ്പാണോ? ഉറപ്പാണോ? ഇനി ഈ ക്ലാസ് മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ സ്കൂളുകൾക്കും ഒരു ലാസ്റ്റ് പീരീഡ് ഉണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പീരീഡ് ഏതാണ്? ലാസ്റ്റ് പീരീഡ് ആണ്. ഹല്ലേലൂയ. ലാസ്റ്റ് പീരീഡ് ആകുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവനറിയാം, 3:30 മണിയാകുമ്പോൾ 4 മണിയാകുമ്പോൾ സ്കൂൾ വിടും. അപ്പോ ഭവനമുണ്ട്, വീടുണ്ട്, അല്ലെങ്കിൽ ആ ക്രമീകരണമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഗ്രഹം എവിടെ പോണം? ഉറക്കപ്പറ. അവസാനത്തെ ക്ലാസ്സിൽ ഇരിക്കുന്നവന്റെ ആഗ്രഹം പിന്നെ എങ്ങോട്ട് പോകണമെന്നാ? വീട്ടിൽ പോണം. വീട്ടിൽ പോയിട്ട് അപ്പനും അമ്മയും എന്തെങ്കിലും ചുട്ടോ പൊരിച്ചോ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കണം. അത് പോയി കഴിക്കണം. പിടിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ചായ കുടിക്കണം, വെളിയിൽ പോയി ഒന്ന് ആഹാരം കഴിക്കണം, ഗ്രൗണ്ടിൽ ഒന്ന് കളിക്കാൻ പോകണം. അപ്പോൾ ഫ്രീ ആകുകയാണ്. ഈ ലാസ്റ്റ് പീരീഡിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്, ഈ അവസാനത്തെ പീരീഡിൽ ഇരിക്കുന്ന വിദ്യാർത്ഥിയുടെ കാത് എപ്പോഴും കൂട്ടമണി അടിക്കുന്നതിന്റെ ആ ചെവി അതിനു വേണ്ടി അവൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവന്റെ ചെവി അതിനു വേണ്ടി അവൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൻ എന്ത് ചെയ്യും? ആ വിദ്യാർത്ഥി എന്ത് ചെയ്യും? ബാഗ് എടുക്കും, നോട്ട്ബുക്ക് എടുക്കും, ഇതെല്ലാം അതിനകത്ത് കയറ്റി വെക്കും, വാട്ടർ ബോട്ടിൽ കയറ്റി വെക്കും, കുടയെടുത്ത് കയറ്റി വെക്കും. കാരണം എന്നാ? അവൻ വീട്ടിൽ പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ ഞാനും നിങ്ങളും ഒരു ലാസ്റ്റ് പീരീഡിലാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഫൈനലി, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പോൾ ഈ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സമയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പരിശുദ്ധാത്മാവ് വളരെ വേഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.